കാവാലം ശ്രീകുമാർ ശരിക്കും ഒരു ആമുഖം ആവശ്യമില്ല. കാരണം മലയാള സംഗീതത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമുക്ക് മലയാളികൾക്കെല്ലാം തന്നെ അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി. ശ്രീകുമാരുടെ ഇപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ പശ്ചാത്തലമാണ്. പൊതുവെ ആലപ്പുഴക്കാർ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഓർമ്മയുണ്ടാവും. ഒരു ജൂൺ, ഏപ്രിൽ, മെയ് മാസമൊക്കെ ആയാൽ തന്നെ എന്ത് കാര്യം പറഞ്ഞാലും ഓണം കഴിയട്ടെ എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് പ്രധാനപ്പെട്ട കാര്യം വന്നാലും ഇനിയിപ്പോൾ ഓണം കഴിയട്ടെ എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ളൊരു കാലമായിരുന്നല്ലോ ഈ നമ്മുടെ കുട്ടിക്കാലം ആലപ്പുഴയിൽ. അപ്പോൾ അന്നത്തെ ഒരു ഓണക്കാലം എങ്ങനെയുണ്ടായിരുന്നു ഈ ഓർമ്മയിലെ? ഓണക്കാലം വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട്ടിലേക്കുള്ള എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്കുള്ള ഒരു യാത്രയും പിന്നെ ഈ നെൽപ്പാടങ്ങളിലേക്കുള്ള പണ്ടത്തെ അച്ഛനോടൊപ്പമുള്ള യാത്രയും അവിടെ കേട്ട ചില എന്താ പറയുക ചക്രപ്പാട്ട് അല്ലെങ്കിൽ കൊയ്ത്തുപാട്ട് പണ്ട് കാലത്തെ ഇപ്പോൾ ഒന്നുമില്ല, പക്ഷെ അന്നത്തെ ആ ഒരു പച്ചപ്പ് ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. അവിടെ ഓണക്കാലത്ത് എൻ്റെ എന്താ പറയുക ഒരു മറ്റേ ബന്ധുക്കളുമായിട്ടുള്ള ഒരു കളികൾ, കൂടിക്കാഴ്ചകൾ, അവിടെ ഇരുന്ന് കുറേ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു പണ്ട്, അവിടെ താമസമായിരുന്നു വേറൊരു വീട്. അപ്പോൾ അവിടെ താമസിച്ച് അവിടെ പഴമാങ്ങ പറിച്ച് അത് കഴിക്കുക, അവിടെ കുറേ സംഗീതം ഒറ്റയ്ക്കിരുന്ന് ഒരു സാധകം ചെയ്യുക, ഇത്തരം ഒരു ഓർമ്മകളാണ് എനിക്ക് ഉള്ളത്. ഈ നമ്മുടെ നാടിൻ്റെ ആലപ്പുഴയുടെ ഒരു സംഗീതം എന്ന് പറയാൻ പറ്റുന്നത് ശരിക്കും നമ്മുടെ ഒരു പരമ്പരാഗത അതിൻ്റെ ഒരു ഏറ്റവും ആഴത്തിലുള്ള ഒരു ആലപ്പുഴയുടെ സംഗീതം നമ്മുടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രശസ്തമാക്കിയത് ഒരുപക്ഷെ നാരായണ പണിക്കർ സാറിലൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിലാണെങ്കിലും അല്ലെങ്കിൽ പാട്ടുകളിലാണെങ്കിലും ഒക്കെ അത് വളരെ അതിൻ്റെ അന്തർധാര വളരെ സജീവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആലപ്പുഴയുടെ സംഗീതത്തിൻ്റെ ഒരു വെള്ളത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ജില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലും അത് പലപ്പോഴും തോന്നാറുണ്ട്. അത് എങ്ങനെയാണ് ശ്രീകുമാരേട്ടൻ മനസ്സിലാക്കുന്നത്? ആലപ്പുഴ എന്ന് പറയുമ്പോൾ അച്ഛനെ സംബന്ധിച്ചോളം അത് കുട്ടനാടാണ്, കുട്ടനാട്ടിൽപ്പെട്ടതാണല്ലോ. അപ്പോൾ ആ കുട്ടനാടൻ സംസ്കാരത്തിലുള്ള അച്ഛൻ കണ്ട് അല്ലെങ്കിൽ കേട്ട് വളർന്ന കാര്യങ്ങൾ, കലാരൂപങ്ങൾ, ഗാനങ്ങൾ ഇതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് കവിതയിൽ. കാവാലം, കാവും അളവും കൂടെ ചേർന്ന് കാവാലം എന്ന് പറയും. അപ്പോൾ അത് എപ്പോഴും എവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ സൂര്യോദയം ആണ് നമ്മൾ ഈ ലോകത്തെ ഏത് ഭാഗത്ത് പോയാലും നമ്മൾ സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞിട്ടുള്ള എൻ്റെ കുട്ടനാട്ടിലെ സൂര്യോദയമാണ് ഞാൻ ലോകത്തെ ഏത് ഭാഗത്ത് ചെന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ആ നാടിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും അവിടുത്തെ ആ സംസ്കാരവും അതിനെ കോർത്തിണക്കിക്കൊണ്ടുള്ള ആശയങ്ങളാണ് അച്ഛന് കവിതയിലും നാടകത്തിലായാലും ഇപ്പോൾ മലയാള നാടകങ്ങളിലായാലും ഒക്കെ തന്നെ അച്ഛൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത്. മറ്റൊരു മെറ്റമോർഫോസിസ് ആയിരുന്നു, ഒരു പരിണാമം എന്ന് പറയുന്നത്. ആദ്യം ഈ അവിടുത്തെ നാട്ടിലെ ചില നാടൻ കലാരൂപങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ കുറിച്ച് വയ്ക്കുക, അതിലെ ചൊല്ലുകൾ എഴുതി വയ്ക്കുക, അവരുടെ വായ്ത്താരികൾ, അവിടെയുള്ള സാഹിത്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ അതും കേട്ടും അതും മനസ്സിലിങ്ങനെ കൊണ്ട് താലോലിച്ച് നടന്നിട്ടാണ് അച്ഛൻ കവിത എഴുതി തുടങ്ങിയത്. ആ കവിത എഴുതി തുടങ്ങിയ കവിതയിൽ നിന്ന് അച്ഛൻ പിന്നീട് ഇതെല്ലാം നാടകത്തിലേക്ക് വന്നപ്പോൾ, പിന്നെ തനത് നാടകത്തിലേക്ക് വന്നപ്പോൾ അതിനു മുമ്പ് ഒരു മാറ്റമുണ്ടായിരുന്നു. ഒരു എന്താ പറയുക റിയലിസവും അതിലേക്ക് ഒരു പരിണമിച്ച് വന്ന ഒരു രൂപമുണ്ട്. ഇപ്പം പിന്നെ ദൈവത്താർ എന്ന് പറഞ്ഞ നാടകത്തിന് മുമ്പുള്ള അഗ്നിവർണ്ണ കാലുകൾ എന്നൊക്കെ പറഞ്ഞ ആ ഒരു നാടകത്തിൽ നിന്നൊക്കെ പരിണമിച്ച് വന്നിട്ട് ദൈവത്താറിലെത്തി നിൽക്കുന്നത്. ആ ദൈവത്താൾ ഉപയോഗിച്ചതല്ല ഈ നാട്ടിൻപുറത്തെ ബന്ധപ്പെട്ട മനസ്സിൽ കിടന്ന് ഇരുന്ന ആ താളങ്ങളും ആ ആശയങ്ങളും ഒക്കെ അച്ഛൻ്റേതായ രീതിയിൽ അത് നാടകത്തിൽ വരികയായിരുന്നു. അന്നന്നേ തപ്പം എന്നാണ് കവിതയുടെ പേര്, കാവാലത്തിൻ്റെ കവിത.
ചെങ്കതളി വാഴയില കീറിക്കൊണ്ട് അഞ്ചുമിഴും നല്ല കുമ്പിളു കുത്തിക്കൊണ്ട് ഒരു കുമ്പിളിലോ നല്ല കനകരത്നമേ, ഒരു കുമ്പിളിലോ നല്ല മുത്തുരത്നമേ, ഒരു കുമ്പിളിലോ നല്ല കനകരത്നമേ, ഒരു കുമ്പിളിലോ നല്ല മുത്തുരത്നമേ. ചെങ്കതളി വാഴയില കീറിക്കൊണ്ട് അഞ്ചുമേഴും നല്ല കുമ്പിളു കുത്തിക്കൊണ്ട് നെല്ലുഴിഞ്ഞ് അരിയുഴിഞ്ഞ് മനസ്സൊഴിഞ്ഞ് കൈ നിറച്ച് നല്ല തെച്ചിപ്പൂവെറിഞ്ഞ് മൂശേട്ടയെ നാട്ടിൽ നിന്നും പറഞ്ഞു വിട്ട് 3 രൂപാണയിട്ട് കൈതൊഴുത് മാളോരെ നന്നാക്കാൻ നോയമ്പെടുത്ത് മാലക്ഷ്മി അമ്മയെ വരവിളിച്ച് അന്നൊരിക്കൽ അന്തസ്സുള്ള പെരിയ നമ്പി ആണ്ടുപിറപ്പുലരിക്ക് നേരം നോക്കി അമ്പോറ്റിയെ സാക്ഷി നിർത്തി തുനിഞ്ഞു നിന്ന് അമ്പലക്കാരായി മതൻ വാളെടുത്തു. ഇത്തുരുമ്പു വാൾത്തലപ്പിലെത്ര വട്ടം ഈ നാട്ടുമക്കളുടെ ചോര പറ്റി. ചേരികളെ സമരിയാക്കി നാട്ടുകൂട്ടം ചേകവ പെരുമയുടെ കഥ പറഞ്ഞു. ഇന്നത്തെ പെരിയ നമ്പി പോയ വട്ടം കന്നത്ത കൊടുമ കാട്ടിയ മേനോക്കിയെ അമ്പലം വിഴുങ്ങി എന്നൊരു പേരുമിട്ട് അങ്ങേ തലക്കലാക്കി അന്നടയിരുത്തി, അങ്ങേ തലക്കലാക്കി അടങ്ങിരുത്തി. പെരിയ നമ്പി മേനോക്കിയെ കൊഞ്ഞനം കുത്തി. ഹരിഷമോ മേനോക്കിക്കു മോന്തയിലെത്തി. ഒന്നാനാം മലപ്പുറത്ത് സൂര്യഭഗവാൻ വന്നുദിക്കെ അമ്പലത്തിൽ പൂരവേല. മുടിയില് കാച്ചി എണ്ണ തുളുമ്പെ പൊത്തി, മുക്കൂട്ടിൽ മേനി മുഴുക്കെ മെഴുക്കെ തിരുമ്മി. ഐവരം താളി പതച്ച് തലയിൽ തേച്ച് വാഗപ്പൊടി മിഞ്ചയും ചേർത്ത് മേനി വിളക്കി. കുളി കഴിഞ്ഞ് വിരാളിപ്പട്ടിൻ മേനി മിടുക്കിൽ കുടഞ്ഞു മാറാൻ കൂട്ടാക്കാത്ത കൂറ്റരെ കൂട്ടി. നിറഞ്ഞ കാണിക്ക പാത്രത്തിൽ കൈയും വച്ചു. ഒരുവരോടും നമ്പിക്കയില്ലാത്ത പെരിയൊരു നമ്പി. ഒറ്റയ്ക്ക് ഖജനാവ് തിട്ടപ്പെടുത്തിയവാറെ കൂട്ടുന്നു കുറയ്ക്കുന്നു ഗുണിക്കുന്നു ഹരിക്കുന്നു നമ്പി. അമ്പലം വിഴുങ്ങിയെന്നും പുറത്ത് കേൾക്കുന്നു. നമ്പിയുടെ ആണാളക്കോയ്മ തെറിക്കുന്നു ദൂരെ. കോയ്മ തൻ പങ്കുകിടക്കാത്ത കൂട്ടാർ കലമ്പി മേനോക്കിയെ മുമ്പിലണിയിച്ചൊരുക്കി നിർത്തുന്നു. ഐവരം തേച്ചാൽ അപരാധം കേൾക്കുമെന്നത്രേ അറിവുള്ള പഴമക്കാർ കാര്യത്തിൻ കാരണം ചൊല്ലി. പെരിയ നമ്പി കാരായ്മ താഴത്തിറക്കി വയ്ക്കുമ്പോൾ തിരിയുന്നു യുദ്ധക്കൊതി മൂത്ത പടയിരുചേരി. ചേരിപ്പോരിൽ ചേകവന്മാർക്കൊക്കെ വീണു കിടച്ചു. ചേരിപ്പോരിൽ ചേവകന്മാർക്കൊക്കെ വീണു കിടച്ചു. കാണിക്കപാത്രത്തിൽ നിന്നും അന്നേത്തപ്പം
ചെങ്കതളി വാഴയില കീറിക്കൊണ്ട് അഞ്ചുമേഴും നല്ല കുമ്പിളു കുത്തിക്കൊണ്ട് അഞ്ചുമേഴും നല്ല കുമ്പിള് കുത്തിക്കൊണ്ട്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.